ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് എവിഡി സാറാണ്. ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഇറ ഓഫ് വൺ പാർട്ടി ഡോമിനൻസ് എന്നുള്ള ചാപ്റ്ററിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ്. ഓക്കെ, നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എമർജൻസ് ഓഫ് ഓപ്പോസിഷൻ പാർട്ടി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കാൻ പോകുന്നത് ന്യൂ പൊളിറ്റിക്കൽ പാർട്ടീസിനെ കുറിച്ചൊക്കെ തന്നെയാണ്. നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള പൊളിറ്റിക്കൽ സിസ്റ്റമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ത്രൂ ഔട്ട് വീഡിയോ മക്കൾ എന്ത് ചെയ്യുക, കാണുക. ഈ ഒരു ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് മക്കൾ കാണുക. ഇതിൽ നമ്മളൊരു 4 പാർട്ടീസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു സെഷനോട് വൈൻഡ് അപ്പ് ചെയ്യും, ഫിനിഷ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്നത് എമർജൻസ് ഓഫ് ഓപ്പോസിഷൻ പാർട്ടി റിലേറ്റഡ് ആയിട്ട് ഡിഫറെൻറ്റ് പാർട്ടീസിൻ്റെ എന്താ എക്സ്പ്ലെയിൻ ചെയ്യാൻ വരാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ലീഡേഴ്സിനെ കുറിച്ച് ചോദിക്കാം. അങ്ങനെയൊക്കെ വരാറുണ്ട്. ഏത് ഇയർ ആണ് ഈ ഒരു പാർട്ടി ഫോം ചെയ്തിട്ടുള്ളത്, ലൈക്ക് ഇങ്ങനെ MCQ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലൊക്കെ വരുന്ന ഒരു ഭാഗം കൂടിയാണ്. അപ്പോൾ മക്കൾ കംപ്ലീറ്റ് ആയിട്ട് ക്ലാസ് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക, ആഫ്റ്റർ ദ ക്ലാസ് നിങ്ങൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇൻഫോം ചെയ്യുക. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്കറിയാം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെമോക്രസി, ഒരു ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ അതിൽ ഏറ്റവും ഒരു ബേസ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് എന്താ, ഈ പറയുന്ന പാർട്ടീസ് അല്ല പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറയുന്നത്. ഒരു ഗവൺമെൻറ് സ്ട്രോങ് ആവണമെങ്കിൽ ഓപ്പോസിഷൻ പാർട്ടി നല്ല സ്ട്രോങ് ആയിരിക്കണം, അല്ലെങ്കിൽ അതിനേക്കാൾ സ്ട്രോങ് ആയിരിക്കണം. എന്നാൽ മാത്രമേ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുള്ളൂ, ബെറ്റർ ആവാൻ നോക്കുള്ളൂ. അല്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ ഒറ്റക്കാണ് ഓടുന്നത് വിചാരിക്കുക. നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, റണ്ണിങ് കോമ്പറ്റീഷൻ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. നമ്മൾ ഒറ്റയ്ക്ക് ഓടുന്നത്, ഓട്ട മത്സരത്തിൽ നമ്മൾ ഒറ്റയ്ക്ക് ഓടുന്നത്, നമുക്ക് ആരും നോക്കാനില്ല. അതൊക്കെ നമ്മൾ സ്പീഡിൽ ഓടും. കാരണം ടൈം എന്ത് ചെയ്യണം, ടൈമൊക്കെ നമുക്ക് ബാലൻസ് ചെയ്തുകൊണ്ട് ഓടണം നോക്കണം. അതൊക്കെ സ്പീഡിൽ ഓടും. നമ്മൾ മാക്സിമം പെട്ടെന്ന് എത്താനൊക്കെ നോക്കും. പിന്നീട് നമ്മൾ വിചാരിക്കും ആരും ഇല്ലല്ലോ നമ്മളോട് കോമ്പറ്റ് ചെയ്യാൻ, പിന്നെ നമ്മൾ എങ്ങനെ പോയാലും എന്ത് ചെയ്യും, നമ്മളെ ജയിക്കുള്ളൂ എന്നൊരു അവസ്ഥ വരും. അപ്പോൾ ഈ പറയുന്ന ഡെമോക്രസിയിൽ ഇത് തന്നെയാണ്. ഒരു പൊളിറ്റിക്കൽ പാർട്ടി മാത്രമാണുള്ളതെങ്കിൽ അവർ ബെറ്റർ ആവാൻ നോക്കുമോ? ഇല്ല. കാരണം ഞങ്ങൾ എന്തായാലും ജയിക്കുള്ളൂ, പിന്നെ ആരും ഇല്ലല്ലോ എന്ന ഒരു മെൻറ്റാലിറ്റി ആയിരിക്കും ഉണ്ടാവുന്നത്. പക്ഷേ കുറേയധികം പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ടാവുമ്പോൾ എപ്പോഴും ബെറ്റർ ആവാൻ നോക്കും. അല്ലേ, അവരെക്കാൾ ബെറ്റർ ആയില്ലെങ്കിൽ നമുക്ക് എന്തില്ല, എക്സിസ്റ്റൻസ് ഇല്ല, നമുക്ക് നിലനിൽപ്പില്ല, ആളുകൾ നമ്മൾ ജയിപ്പിക്കൂല. അതുപോലെ തന്നെ ഓട്ട മത്സരത്തിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആവാൻ നോക്കും, കുറച്ചും കൂടി പെർഫോം ചെയ്യാൻ നോക്കും. അവനേക്കാളും ഞാൻ മുമ്പിൽ എത്തണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എന്നൊരു ലക്ഷ്യം വെച്ചുകൊണ്ടെങ്കിലും പെർഫോം ചെയ്യുന്നത് പോലെ തന്നെ ജനാധിപത്യത്തിൽ ഏറ്റവും ബേസ് ആയിട്ടുള്ളതാണിത് പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഓപ്പോസിഷൻ പാർട്ടി, ഈ പറയുന്ന ഒരു പാർട്ടി എന്ത് ചെയ്യുന്നു, ഗവൺമെന്റ് ഫോം ചെയ്യുന്നു, റിമൈൻഡ്. ബാക്കിയുള്ള പാർട്ടീസ് എന്താടാ, ഓപ്പോസിഷൻ പാർട്ടീസ് ആണല്ലേ. അതിൽ ഈ പറഞ്ഞ സെക്കൻഡ് മെജോറിറ്റി ആയിട്ടുള്ള പാർട്ടി നമ്മൾ എന്ത് പറയും, ഓപ്പോസിഷൻ റൂളേഴ്സ്, അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികളൊക്കെ ആയിട്ട് എന്ത് ചെയ്യും, ഈ പറയുന്ന ഭരണകക്ഷികളെ വിമർശിച്ചുകൊണ്ടേയിരിക്കും. അവർ ചെയ്യുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ അത് ആർക്ക് ബെറ്റർ ആവാൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഗവൺമെന്റിന്. അല്ലേ, ഗവൺമെന്റിന് എന്താണോ ജനങ്ങളുടെ അഭിപ്രായം അത് മനസ്സിലാക്കാൻ ഈ പറയുന്ന ഓപ്പോസിഷൻ പാർട്ടി വലിയ രീതിയിൽ എന്ത് ചെയ്യും, പങ്കുവഹിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നേരെ നമ്മൾ കാണുന്ന സമയത്ത് ശത്രുക്കൾ പോലെ ആണെങ്കിലും ഈ പറയുന്ന ഗവൺമെന്റ് എപ്പോഴും നന്നായിട്ട് പെർഫോം ചെയ്യാൻ വലിയ രീതിയിൽ തന്നെ ആരുടെ ഒരു ഊർജ്ജം, അല്ലെങ്കിൽ ആരുടെ ഒരു ഒരു ഫോഴ്സ് ഉണ്ട്, ഈ പറയുന്ന ഓപ്പോസിഷൻ പാർട്ടീസിന്റെ ഫോഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഏതൊക്കെ പാർട്ടീസാണ് ഈ പറയുന്ന ഇറ ഓഫ് വൺ പാർട്ടി ഡോമിനൻസ് എന്ന് പറയുന്നത്. കോൺഗ്രസ് എന്ന് പറയുന്ന 1885 ഫോം ചെയ്തിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഓൾഡസ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടി ആയിട്ടുള്ള ഈ ഒരു പാർട്ടി ആയിരുന്നു തുടർച്ചയായിട്ട് വിജയിച്ചു കൊണ്ടിരുന്നത്. ഈ സമയത്ത് തന്നെ ഈ പാർട്ടിയോട് ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയും ഇലക്ഷന് മത്സരിക്കാൻ വേണ്ടിയും കുറേയധികം പാർട്ടികൾ, പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ത് ചെയ്തിരുന്നു, ഫോം ചെയ്യപ്പെട്ടിരുന്നു. ആ പാർട്ടീസിനെ കുറിച്ചാണ് നമുക്ക് ഇപ്പോൾ നോക്കാനുള്ളത്. അതിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടിയാണ് ദ സോഷ്യലിസ്റ്റ് പാർട്ടി. ഓക്കെ, സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ദ സോഷ്യലിസ്റ്റ് എമംഗ് ദ കോൺഗ്രസ് പാർട്ടി ഫോംഡ് ദ സോഷ്യലിസ്റ്റ് പാർട്ടി ഇൻ 1934. കോൺഗ്രസിനകത്ത് തന്നെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സോഷ്യലിസ്റ്റ് ഐഡിയോളജി ഫോളോ ചെയ്യുന്ന ആളുകളാണ് സോഷ്യലിസ്റ്റ് പാർട്ടി ഫോം ചെയ്തിട്ടുള്ളത് 1934. ഐഡിയോളജി നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെമോക്രാറ്റിക് സോഷ്യലിസം, ദ മിക്സിംഗ് ഓഫ് ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ് വിത്ത് സോഷ്യലിസ്റ്റ് ഐഡിയാസ്. ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസും സോഷ്യലിസ്റ്റ് ഐഡിയാസും മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസം എന്ന് പറയുന്ന ഐഡിയോളജിയാണ് ആര് ഫോളോ ചെയ്യുന്നുള്ളത്, ഈ പറഞ്ഞ സോഷ്യലിസ്റ്റ് പാർട്ടി ഫോളോ ചെയ്യുന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ദെൻ ഈ പറയുന്ന പോലെ തന്നെ കോൺഗ്രസ് ഫാമേഴ്സിൻ്റെയും വർക്കേഴ്സിൻ്റെയും വലിയ രീതിയിൽ കൺസിഡർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഡിമാൻഡ്സ് ഇഗ്നോർ ചെയ്യുന്നു എന്നൊക്കെ വാദിക്കുന്ന ഒരു വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ഈ പറയുന്ന ഇഗ്നോറിങ് ദ റൈറ്റ്സ് ഓഫ് ഫാമേഴ്സ് ആൻഡ് വർക്കേഴ്സിന് എഗെയിൻസ്റ്റ് ആണ് ആര്, ഈ പറയുന്ന സോഷ്യലിസ്റ്റ് പാർട്ടി നമുക്ക് കാണാൻ പറ്റൂടാ. ദെൻ ആചാര്യ നരേന്ദ്രദേവിൻ്റെ ലീഡർഷിപ്പിലൊക്കെയാണ് ഈ പറയുന്ന കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഫോം ചെയ്തിട്ടുള്ളത്. എമിനൻറ്റ് ലീഡേഴ്സ് എന്ന് പറയുമ്പോൾ ജയപ്രകാശ് നാരായൺ ഉണ്ട്, അശോക് മേത്ത ഉണ്ട്, റാം മനോഹർ ലോഹ്യ, ഇങ്ങനെ കുറേ അധികം ലീഡേഴ്സ് എന്തിനുണ്ട് ഈ പറഞ്ഞ സോഷ്യലിസ്റ്റ് പാർട്ടിയിലുള്ളതായിട്ട് നമുക്ക്
കാണാൻ പറ്റും. അപ്പോൾ കോൺഗ്രസിന് ഒപ്പോസ് ചെയ്യുന്ന കുറേയധികം പൊളിറ്റിക്കൽ പാർട്ടീസിൽ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് പാർട്ടീസിൽ വരുന്ന വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് സോഷ്യലിസ്റ്റ് പാർട്ടി. ഇതിൽ നിങ്ങൾ റാം മനോഹർ ലോഹിയുടെയും ഒക്കെ എന്താ പറയുക അവരുടെ സ്റ്റേറ്റ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ മറ്റ് ചാപ്റ്ററുകളിലൊക്കെ ആയിട്ട് പഠിക്കുന്നുണ്ട് അല്ലേ, ഇവർ എത്രത്തോളം സ്ട്രോങ്ലി ഒപ്പോസ് ചെയ്യുന്നുണ്ട്, ചില ഗവൺമെൻറ്റിൻ്റെ ഡിസിഷനൊക്കെ നമ്മൾ ഓൾറെഡി പഠിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്ത് പോകണം നമുക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സിമ്പിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സോഷ്യലിസ്റ്റ് പാർട്ടിയെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. ഓക്കെ, then കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ നെക്സ്റ്റ് വരുന്നത് ദ സെക്കൻഡ് ഓൾഡസ്റ്റ് പാർട്ടി ഇൻ ഇന്ത്യ. ഫെയ്ത്ത് ഇൻ ഡെമോക്രാറ്റിക് സെൻട്രലിസത്തിലാണ് ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഐഡിയോളജി അല്ലെങ്കിൽ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് സെൻട്രലിസം ആണ് നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യൻ നാഷണൽ പാർട്ടിയാണ് ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇതിലൊക്കെ ചില പാർട്ടീസ് നാഷണൽ പാർട്ടിയായിട്ട് കൂടുതലായി എന്താ പറയുക നമ്മുടെ പുതിയതായിട്ട് നാഷണൽ പാർട്ടീസ് ജോയിൻ ചെയ്തിട്ടുണ്ടാകും. ചില പാർട്ടിക്ക് നാഷണൽ പാർട്ടി എന്നുള്ള ആ ഒരു പൊസിഷൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു പാർട്ടി എങ്ങനെയാണ് നാഷണൽ പാർട്ടി ആവുന്നത്, എത്ര സ്റ്റേറ്റിലാണ് അവർക്ക് സപ്പോർട്ട് വേണ്ടത്, ഇതൊക്കെ നിങ്ങൾ പൊളിറ്റിക്കൽ പാർട്ടീസിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ടെക്സ്റ്റുള്ള സിലബസുള്ള കാര്യങ്ങൾ ഇപ്പോൾ പഠിച്ചു പോകാം. എക്സാം ഓറിയന്റഡ് ആയിട്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ എന്ത് ചെയ്യാം, പഠിച്ചു പോടാം. ഓക്കെ, ദെൻ ഇവിടെ പറയുന്നത് എം.എൻ. റോയ് പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഫോർമേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിച്ചിട്ടുള്ള പേഴ്സൺ ആണ് എം.എൻ. റോയ് എന്ന് നമുക്ക് കാണാൻ പറ്റും. 1924 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ദെൻ കേരളത്തിലാണ് 1957 കേരളത്തിൽ ഫസ്റ്റ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് നോൺ കോൺഗ്രസ് ഗവൺമെൻറ് ആണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്, കേരളത്തിലെ ഫസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് എന്ന് പറയുന്നത് വേൾഡിൽ തന്നെ ഡെമോക്രാറ്റിക് വേയിലൂടെ നിങ്ങൾ എന്താ പറയുക മറ്റ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അങ്ങനെ പല ഭാഗങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഡെമോക്രാറ്റിക് വേയിലൂടെ വേൾഡിൽ തന്നെ ഫസ്റ്റ് എന്താ പറയുക ഒരു ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് എന്ന് പറയുന്നത് കേരളത്തിലെയാണ് നമുക്ക് കാണാൻ പറ്റും. ദെൻ ഈ ഒരു പാർട്ടി ഐഡിയോളജിക്കലി എന്ത് ചെയ്യുന്നു, സ്പ്ലിറ്റായി മാറുന്നു. ഐഡിയോളജിക്കലി ഡിഫറൻസസ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഒക്കെ കുറേ അധികം ലീഡേഴ്സിനിടയിൽ എന്തുണ്ടാവുന്നു, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു, ആശയപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. ചൈന, റഷ്യ പോലുള്ള വേൾഡിലെ എന്താ പറയുക പവർഫുൾ ആയിട്ടുള്ള നേഷൻസ് അവരെ സപ്പോർട്ട് ചെയ്യുന്ന, അവർ ഫോളോ ചെയ്യുന്ന ഡിഫറെൻറ്റ് ഐഡിയോളജിയൊക്കെ ഫോളോ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന കമ്മ്യൂണിസത്തിൽ തന്നെ സ്പ്ലിറ്റ് സംഭവിക്കുന്നു. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI/CPIM എന്നിങ്ങനെ രണ്ടായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സ്പ്ലിറ്റ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. CPI റഷ്യൻ ഐഡിയോളജി സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും ചൈനീസ് ഐഡിയോളജി സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ CPIM എന്ന രീതിയിൽ. ഐഡിയോളജി എന്ന് പറയുമ്പോൾ ഇവർക്കിടയിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് ഒക്കെ എവിടെയും വിസിബിൾ ആണ്, ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തും വിസിബിൾ ആണ് നമുക്ക് കാണാൻ പറ്റും. ദെൻ AKG, അതുപോലെ തന്നെ PC ജോഷി, അതുപോലെ തന്നെ അജയ് ഘോഷ്, EMS പോലുള്ള പ്രോമിനൻറ്റ് ലീഡേഴ്സ് ആയിരുന്നു എന്തിനുണ്ടായിരുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ നമുക്ക് ഒരു പാർട്ടിക്ക് തന്നെ പുതിയ പുതിയ പാർട്ടികൾ പിറക്കുന്നതായിട്ടും അല്ലെങ്കിൽ ഒരു പാർട്ടി തന്നെ സ്പ്ലിറ്റ് ആയിട്ട് പല പൊളിറ്റിക്കൽ പാർട്ടീസ് ആയിട്ട് മാറുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് ഒബ്വിയസ്ലി നമ്മൾ നോക്കിയാൽ മതി. ഇപ്പോൾ നമ്മൾ എന്താ പറയുക ഒരു ഗ്രൂപ്പ് ഉണ്ടാവുന്നു, ആ ഗ്രൂപ്പിൽ തന്നെ ഡിഫറെൻറ്റ് ഒപ്പീനിയനുള്ള ആളുകൾ ഉണ്ടാകുമ്പോൾ അവർ പറയും നമുക്ക് എന്തായാലും എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യാം, ബിക്കോസ് ഞങ്ങളുടെ ഐഡിയോളജിയും നിങ്ങളുടെ ഐഡിയോളജിയും എൻ്റെ ഡിഫറെൻ്റ് ആണ്, അല്ലെങ്കിൽ ലിറ്റിൽ ഡിഫറൻസസ് ഉണ്ട്, അപ്പോൾ നമുക്ക് ഒന്നിച്ച് പോകാമെന്നുള്ള പറഞ്ഞ അത്ര പ്രാക്ടിക്കൽ അല്ല. ബെറ്റർ നമുക്ക് എന്താണ് സെപ്പറേറ്റ് അല്ലെങ്കിൽ സ്പ്ലിറ്റ് ആവുകയാണെന്ന് റിയലൈസ് ചെയ്തിട്ട് സ്പ്ലിറ്റ് ആവുന്നത് പോലെ തന്നെയാണ് ഈ പല പൊളിറ്റിക്കൽ പാർട്ടീസും ഐഡിയോളജിക്കൽ ഡിഫറൻസസ് റിയലൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റൂടാ. അപ്പോൾ ഇതാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. പിന്നീട് വരുന്നതാണ് ഭാരതീയ ജനസംഘ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി 1951 ഫോം ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ദെൻ ശ്യാം പ്രസാദ് മുഖർജിയാണ് ഫൗണ്ടർ പ്രസിഡന്റ് ഓഫ് ഭാരതീയ ജനസംഘം നമുക്ക് കാണാൻ പറ്റും. RSS ഐഡിയോളജിക്കൽ ബാക്ക് ബോൺ എന്ന് പറയുന്നത് RSS ആണ് നമുക്ക് കാണാൻ പറ്റും. ദെൻ വൺ കൾച്ചർ വൺ നാഷൻ എന്ന് പറയുന്ന വൺ പാർട്ടി വൺ കൾച്ചർ വൺ നാഷൻ എന്ന് പറയുന്ന ഐഡിയോളജിയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അഗന്ത് ഭാരത് എന്ന ആശയത്തിലാണ്, അതായത് എന്ത് ചെയ്യണം, റീയൂണിയൻ ഓഫ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ഐഡിയോളജിയാണ്. ഇന്ത്യ പാകിസ്ഥാൻ റീയൂണിയൻ നടത്തുക, ലൈക്ക് നമ്മൾ ഈ പറയുന്ന എന്താ പറയുക പാർട്ടീഷനിലൂടെ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള ചില റീജിയൻസ് തിരിച്ചു പിടിക്കണം, ലൈക്ക് ഇങ്ങനെയുള്ള ഒരു എന്താ പറയുക നമ്മുടെ ഇന്ത്യയെ റീയൂണിയൻ ചെയ്യുക എന്ന ആശയത്തോട് മുമ്പോട്ട് പോകുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് നമുക്ക് കാണാൻ പറ്റും. ദെൻ ന്യൂക്ലിയർ വെപ്പൺസിനൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിനൊക്കെ ഫേവർ ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. ദെൻ ഹിന്ദി ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യണം എന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഹിന്ദിയെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് നമുക്ക് കാണാൻ പറ്റും. ശ്യാം പ്രസാദ് മുഖർജി, ദീൻ ദയാൽ ഉപാധ്യായ പോലുള്ള ലീഡേഴ്സാണ് നമ്മുടെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഭാരതീയ ജനസംഘ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലീഡേഴ്സായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ദെൻ ദ ഫൈനൽ പാർട്ടിയായിട്ട് നമുക്ക് വരുന്നത് സ്വതന്ത്ര പാർട്ടിയാണ്. ഇത് നമ്മൾ മറ്റു പാർട്ടികളിൽ നിന്നൊക്കെ ലിറ്റിൽ ഡിഫറൻസസ് നമുക്ക് കാണാൻ പറ്റും. 1959 ഫോം ചെയ്തിട്ടുള്ളത്. സി രാജഗോപാലാചാര്യൻ ഇതിന്റെ ഫൗണ്ടർ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ദെൻ ഈ പറയുന്ന പോലെ തന്നെ ക്യാപിറ്റലിസ്റ്റ് ആൻഡ് ഫ്യൂഡൽ ഇൻട്രസ്റ്റിനാണ് എന്ത് ചെയ്യുന്നത്,
പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ലൈക്ക് ഈ പറയുന്ന ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ ഇല്ലാത്ത ഇക്കണോമിയാണ് ആര് ആർഗ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ ആര് ഡിമാൻഡ് ചെയ്യുന്നത്? സ്വതന്ത്ര പാർട്ടി ഡിമാൻഡ് ചെയ്യുന്നത്. സ്റ്റേറ്റിന്റെ ഇടപെടലുകൾ ഇല്ലാത്ത ഒരു ഇക്കണോമിയാണ്, ലൈക്ക് ക്യാപിറ്റലിസത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഐഡിയോളജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ദെൻ പ്രൈവറ്റ് സെക്ടേഴ്സിനെയാണ് എന്ത് ചെയ്യുന്നത്, അത് പ്രൊമോട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇൻഡിവിജ്വൽ ഫ്രീഡത്തിന് മോർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പാർട്ടിയാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഡിസ്പേഴ്സ്ഡ് ആവുന്നുണ്ട്. ബിക്കോസ് വേറൊന്നുമല്ല, ലാക്ക് ഓഫ് സ്ട്രോങ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആൻഡ് ഈ പറയുന്ന ഡെഡിക്കേറ്റഡ് മെമ്പേഴ്സ് ഇല്ലാത്തതും സ്വതന്ത്ര പാർട്ടി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി ഗ്രാജുവൽ എന്ത് ചെയ്യുന്നുണ്ടാ പരാജയത്തിലേക്ക് പോകാൻ അല്ലെങ്കിൽ അത് ഇല്ലാതായി പോകാനുള്ള പ്രധാനപ്പെട്ട റീസൺസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. കെ മുൻഷി, എൻ ജി രംഗ, അതുപോലെ തന്നെ മിനു മസാനി പോലെയുള്ള പ്രോമിനന്റ് ആയിട്ടുള്ള ലീഡേഴ്സ് ആയിരുന്നു സ്വതന്ത്ര പാർട്ടിക്ക് ഉണ്ടായിരുന്നത്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് 4 പൊളിറ്റിക്കൽ പാർട്ടിയെ കുറിച്ചാണ്. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പൊളിറ്റിക്കൽ പാർട്ടി ആയിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. പക്ഷെ അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എന്താ പറയുക വൺ പാർട്ടി ഡോമിനൻസ് എന്നുള്ള സെപ്പറേറ്റ് വീഡിയോസ് നമ്മൾ ഇതിൽ തന്നെ പോയിട്ടുണ്ട്, നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ പോയിട്ടുണ്ട്. കൂടാതെ ഈ പറയുന്ന ഓരോ പാർട്ടീസിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇനിയും വരും ആ പൊളിറ്റിക്കൽ സയൻസിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സിനും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുമായിട്ട് ഞാനും മാനകമിസ് ഒക്കെ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം കമൻ്റ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ എന്താ പറയുക അഭിപ്രായങ്ങളൊക്കെ എന്ത് ചെയ്യുക മാക്സിമം അവിടെ അടയാളപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു ഓൾ, ബൈ.